വലിയ നോമ്പിലെ 14-ാം ദിവസം സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. ആർദ്രതയോടെ ഈശോ പറയുകയാണ്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ദൈവം മടിക്കുന്നില്ല. നിങ്ങൾക്ക് രാജ്യം നൽകാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. ഇവിടെ പ്രശ്നം ദൈവത്തിൻ്റെ ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ ഭയമാണ്. Fear keeps us clinging, accumulating and controlling. ഈ ലോകത്തോട് ഒട്ടിച്ചേർന്നിരിക്കുവാനായിട്ട്, അനാവശ്യമായിട്ട് സമാഹരിച്ചു കൂട്ടുവാനായിട്ട്, ഈ ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനൊക്കെ അനാവശ്യ ഭയങ്ങൾ നമ്മെ നിർബന്ധിക്കുന്നു. അതിനാൽ ഈശോ പഠിപ്പിക്കുക, നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവീൻ. പണത്തെക്കുറിച്ച് മാത്രമല്ല അവൻ വിവക്ഷിക്കുന്നത്, ചില ആസക്തികളെ നേരിടേണ്ടതിനെക്കുറിച്ച് കൂടിയാണ്. നമ്മുടെ സുരക്ഷയ്ക്കായി നാം എന്തിനോടൊക്കെ പറ്റിച്ചേർന്നിരിക്കുന്നുവോ അത് നമ്മുടെ ജീവിത നിക്ഷേപമായിട്ട് മാറുന്നു. അത് നമ്മുടെ ഹൃദയത്തെ പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈശോ തുറന്നു പറയുകയാ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. സത്യസന്ധതയോടെ ഈ പുണ്യകാലത്ത് നമുക്ക് ചോദിക്കാം, എവിടെയാണ് എൻ്റെ ഹൃദയം നങ്കൂരമിട്ടിരിക്കുന്നത്? ഈ ലോകം നൽകുന്ന ആശ്വാസത്തിലോ, അംഗീകാരത്തിലോ, സാമ്പത്തിക സ്ഥിരതയിലോ, അതോ എൻ്റേതായ പദ്ധതികളിലോ? ഇവയൊന്നും തിന്മയല്ല, എന്നാൽ അവയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയെങ്കിൽ ഒടുവിൽ അവ തന്നെ നമ്മെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ്. ഈശോ ഈ സുവിശേഷത്തിൽ നമ്മെ സംബോധന ചെയ്യുന്നത് ചെറിയ അജഗണമേ, ആട്ടിൻകൂട്ടമേ എന്ന് വിളിച്ചാണ്. ആടുകൾ അതിജീവനം നടത്തുന്നത് ഒരിക്കലും അത് ശേഖരിച്ച് വെക്കുന്നതിലൂടെയല്ല, മറിച്ച് അവയുടെ ഇടയനോട് ചേർന്ന് നിൽക്കുന്നതിലൂടെയാണ്. അവയുടെ സുരക്ഷ അവറ്റകൾ സ്വന്തമാക്കിയവയിലല്ല, മറിച്ച് ഇടയബന്ധത്തിലാണ്. ദൈവം നമുക്ക് രാജ്യം നൽകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇത് സ്വീകരിക്കുവാൻ നമ്മുടെ കരങ്ങൾ സ്വതന്ത്രമായിരിക്കണം. ഈ ലോകത്തിൻ്റെ താൽക്കാലിക യാഥാർത്ഥ്യങ്ങളെ അവ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരങ്ങൾക്ക് നിത്യമായ നിക്ഷേപം അല്ലെങ്കിൽ നിധി കൈവശം വയ്ക്കുവാൻ കഴിയുകയില്ല. ഈ നോമ്പുകാലത്ത് നമ്മുടെ പിടുത്തം അയക്കാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. കൂടുതൽ ഉദാരമായിട്ട് നൽകാൻ, കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, നമ്മുടെ നിക്ഷേപം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റാൻ. കാരണം ജീവിതാന്ത്യത്തിൽ നിന്റെ ഹൃദയം പിന്തുടരുന്നത് നിന്റെ നിക്ഷേപത്തെ ആയിരിക്കും. ചോദ്യം ഇതാണ്, നിന്റെ ഹൃദയം എവിടെയാണ്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.